ഈ ഓണത്തിന് എല്ലാ അത്ത ഇടുന്നവർക്കും ഫ്രീ ആയിട്ട് ഞാൻ പൂ കൊടുക്കും. ഫ്രീ ആയിട്ട് കൊടുക്കും. പത്രത്തിലൊക്കെ നിങ്ങളെല്ലാവരും വായിച്ചാൽ ഓണത്തിന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും. പൂ കൃഷി ഒരു കാരണവശാലും 84 പേരെടുത്ത് ഞാൻ ചോദിച്ചു. അതിൽ കൃഷി ഓഫീസർ ഉൾപ്പെടുന്നുണ്ട്. അവർ പറഞ്ഞു പാടശേഖരത്ത് പൂ കൃഷി ചെയ്യാൻ പറ്റൂല. പൂ കൃഷി ചെയ്ത് ശരിക്ക് പൈസ സമ്പാദിക്കാൻ പറ്റും. പലരും പറഞ്ഞ് ഓൺലൈനിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വിത്ത് ഉടായ്പാണെന്ന് പറഞ്ഞു. അത് എനിക്കറിയാം. ഓൺലൈനിലൊക്കെ വാങ്ങിക്കുന്നത് പാതിയും ഉടായ്പാണത്. അവർക്കൊക്കെ എപ്പോഴും പാടശേഖരങ്ങൾ ഇവിടെ നിവർത്തപ്പെടണം. നിവർത്തി അവർ ഭൂമാഫിയൊക്കെ കൊടുക്കാനെ കൊണ്ടിരിക്കുന്ന പാടശേഖരം അടുത്ത ഒരു തലമുറയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? അത്തപ്പൂ വരണ സമയത്ത് എൻ്റെ കൃഷിയിടത്ത് ആര് വന്നാലും അവർക്ക് ഫ്രീ ആയിട്ട് ഞാൻ പോകും. കൃഷി ഓഫീസറുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഈ പാടശേഖരം കംപ്ലീറ്റ് ഞാൻ പൂ കൃഷി ചെയ്യാം, വിപണി നിങ്ങൾ കണ്ടെത്തൂ. വയലിൽ പൂ ചെയ്യുമ്പോൾ നോക്കി ചെയ്യണം, കാറ്റ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. മരിച്ചീനി കൃഷിക്ക് ഒരു ധനസഹായം കൊടുക്കരുത്. മരിച്ചീനി ഭയങ്കര ലാഭകരമാണ്. എന്തിന് മരിച്ചീനി കൃഷിക്ക് 50 രൂപയ്ക്ക് മരിച്ചീനി വിൽക്കുന്ന 1 കിലോ മരിച്ചീനിക്ക് അതിൻ്റെ ചിലവ് മുടക്ക് വരുന്ന 10 രൂപയാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ മരിച്ചീനി കൃഷി ചെയ്തേക്കുന്ന കർഷകൻ ഞാനാണ്. ഇവിടെ 4 ഏക്കറിൽ 3 ഏക്കർ മരിച്ചീനിയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇവരെ കൊണ്ടൊന്നും പച്ചക്കറിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർക്ക് ഉടായ്പിൽ പൈസ ഉണ്ടാക്കണം. കുറച്ച് മരിച്ചീനി കമ്പ് കുടിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ കുറച്ച് പൈസ കിട്ടും. കരം തീർന്ന രസീത് അവിടെ കൃഷിഭവനിൽ കൊണ്ട് കാണിച്ച് അവർ വെരിഫൈ ചെയ്ത് കുറേ പൈസ അവർ അക്കൗണ്ടിൽ വരും. ഞാൻ എന്തുകൊണ്ട് ഇതിൽ പൂ ഇട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ പൂവെല്ലാം അത്തപ്പൂടണവർക്ക് കൊടുക്കും, അത്തപ്പൂടാത്തവർക്കൊന്നും കൊടുക്കത്തില്ല. പൂവുകൾ കാട്ടുപൂവുകൾ വരച്ച് അത്തപ്പൂടും, അവർക്ക് പ്രൈസും കിട്ടും. ഇപ്പം ഗ്ലബ്ബിൽ ഇടുന്ന ഉപ്പ് കളർ ചെയ്തിടുന്നത്. നമുക്ക് പൂക്കളെ സ്നേഹിക്കണം, നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം. മണ്ണ് ഒരിക്കലും മനുഷ്യനെ ചതിക്കില്ല. മനുഷ്യൻ മണ്ണിനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-4 പേര് എൻ്റെ അടുത്ത് പറഞ്ഞതാ, ഞങ്ങൾ കൃഷി ചെയ്യാൻ പോകണമെന്ന്. എനിക്ക് അതാണ് വേണ്ടത്. എൻ്റെ പേര് ലത്തീഫ്. നിങ്ങളെല്ലാവരും എൻ്റെ കപ്പലണ്ടി കൃഷി ഈ ചാനലിൽ കൂടെ കണ്ടു കാണും. ഇപ്പം ഞാൻ ഈ ഓണത്തിന് കുറച്ച് പച്ചക്കറി ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് പച്ചക്കറിയും പൂവും വെള്ളരിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ഉദ്ദേശത്തോട് ചെയ്താണ്. അത് നല്ല 100% സക്സസ്ഫുള്ളായി. പൂ ഇഷ്ടം പോലെ കുലച്ചു കിടക്കുന്നു. ഈ ഓണത്തിന് എല്ലാ അത്ത ഇടുന്നവർക്കും ഫ്രീ ആയിട്ട് ഞാൻ പൂ കൊടുക്കും. എൻ്റെ ഒരു നിർദ്ദേശം ഇതാണ്. ഫ്രീ ആയിട്ട് കൊടുക്കും. പത്രത്തിലൊക്കെ നിങ്ങളെല്ലാവരും വായിച്ചാൽ ഓണത്തിന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും. ഞാൻ ഈ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ച് പച്ചക്കറി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ പലവരും പറഞ്ഞു പൂ കൃഷി ഒരു കാരണവശാലും 84 പേരെടുത്ത് ഞാൻ ചോദിച്ചു. അതിൽ കൃഷി ഓഫീസർ ഉൾപ്പെടുന്നുണ്ട്. അവർ പറഞ്ഞു പാടശേഖരത്ത് പൂ കൃഷി ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞതിൻ്റെ അവർ ഒരു കാരണം പറയുന്നതിൻ്റെ കാരണം ഇവിടെ കാറ്റ് പിടിക്കും. ഞാൻ കാറ്റ് പിടിക്കുന്നതിന് പകരം എന്ത് ചെയ്തെന്ന് നോക്കുക. എല്ലാത്തിലും മൂട്ടിൽ കമ്പൂന്നി കെട്ടിവെച്ചിട്ടുണ്ട്. ശ്രദ്ധി, ഇവിടെ പാടശേഖരത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്ന പാടശേഖരങ്ങളിൽ പൂ ചെയ്താൽ നമുക്ക് ചിങ്ങമാകുമ്പോൾ പൂ കൃഷി ചെയ്ത് ശരിക്ക് പൈസ സമ്പാദിക്കാൻ പറ്റും. ഞാൻ ഈ പൂ കൃഷി ചെയ്തത് സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് ഒരു എല്ലാവരും ഒന്ന് കൃഷിയിലേക്ക് വരാൻ വേണ്ടി ഞാൻ ചെയ്ത് കാണിച്ച ഒരു കൃഷിയാണ്. പൂവാണ്. പൂ അതുമല്ല പഞ്ചായത്തിൻ്റെതല്ല, ഇത് ഞാൻ സ്വന്തമായിട്ട് പൂ വിത്ത് മേടിച്ച് പലരും പറഞ്ഞ് ഓൺലൈനിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വിത്ത് ഉടായ്പാണെന്ന് പറഞ്ഞു. അത് എനിക്കറിയാം. ഓൺലൈനിലൊക്കെ വാങ്ങിക്കുന്നത് പാതിയും ഉടായ്പാണെന്ന് എനിക്കറിയാം. കൃഷിക്കാരനറിയാം ഏത് വിത്താണ് നല്ല വിത്താണെന്ന് കൃഷിക്കാരനറിയാം. ഞാൻ അത് തേടിപ്പിടിച്ച് ജമന്തി 2 ഐറ്റം നട്ട് ഇപ്പം പലരും ഓണത്തിന് ശരിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് പൂ കൃഷിക്ക് വേണ്ടി ചെയ്യാനെ കൊണ്ട് താല്പര്യം കണ്ട് ഇവിടെ നിന്ന് വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി ഈ മറ്റുള്ള കാര്യത്തിന് വേണ്ടി അവർ ടിക്ടോക്ക് മറ്റേ കളിക്കാനെ കൊണ്ട് കുട്ടികളൊക്കെ ഓണത്തിന് ശരിക്കും എൻ്റെ പാടശേഖരത്ത് വന്ന് എല്ലാവരും കണ്ടതിൽ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? ഈ പാടശേഖരങ്ങളെല്ലാം ധരിച്ച് കിടക്കുന്നു. ഇതോ നോക്കൂ, പാടശേഖരങ്ങൾ കംപ്ലീറ്റ് ധരിച്ചു കിടക്കുന്നു. ഈ ഓണത്തിന് ഞാൻ ഇവിടെ പൂക്കൃഷി ചെയ്തും വെണ്ടയ്ക്ക ചെയ്തപ്പം സമീപ വയലിൽ പാടശേഖരം വെട്ടി അടച്ചു കളഞ്ഞു. സമീപ വയലിൽ പാടശേഖരം വെട്ടി അടച്ചു കളഞ്ഞ് പഞ്ചായത്തിൽ കളക്ട്രേറ്റിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കൃഷി ഓഫീസർ ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ നിന്ന് അധികാരികൾ ബന്ധപ്പെട്ട് വന്ന് പാടശേഖരം എനിക്ക് ജലശേഖരം ഒഴുകി പോകാനുള്ള മാർഗം ശരിയാക്കി തന്നു. അവർക്കൊക്കെ എപ്പോഴും പാടശേഖരങ്ങൾ ഇവിടെ നിവർത്തി അവർ ഭൂമാഫിയൊക്കെ കൊടുക്കാനെ കൊണ്ടിരിക്കുന്ന പാടശേഖരം അടുത്ത ഒരു തലമുറയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? നെൽകൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഇപ്പം എനിക്ക് മാത്രം പഞ്ചായത്തിന് ഒരു പദ്ധതി എങ്ങനെ ഇട്ട് ഒരു ട്രാക്ടർ വരാനോ ഇവിടെ സംവിധാനമായി എല്ലാവരും നെൽകൃഷി നമ്മുടെ ഒരു നാട് നന്നാവുക
ഉണ്ടാവത്തില്ല. നമ്മുടെ ഈ പരിസരത്ത് കുറച്ച് പേർക്കെങ്കിലും നല്ല ഫുഡ് കൊടുത്തൂടെ? ഇവരാരും ചെയ്യത്തില്ല. ഇവരൊക്കെ എല്ലാം ഭൂമാഫികൾ, നിലങ്ങളെല്ലാം നികത്താൻ നടക്കണേ. ഇത് കാണുന്ന സമൂഹം ഒന്ന് പ്രതികരിക്കണം. ഏറ്റവും കൂടുതൽ പാടശേഖരം കിടക്കുന്ന കഠിനകുളം പഞ്ചായത്തിനാണ്. മേൽപ്പാലത്തിൻ്റെ സ്ഥലത്ത് ഹെക്ടർ കണക്കിന് പാടശേഖരം കിടപ്പുണ്ട്. എന്തുകൊണ്ട് നമുക്ക് കൃഷി ചെയ്തിട്ട് നമുക്ക് കുറച്ച് വൈക്കോല് കിട്ടും, തവിട് കിട്ടും, നല്ല ആഹാരങ്ങൾ നമ്മൾ ഉൾപ്പായി? ഇവരാരും ചെയ്യത്തില്ല. ഇവർക്ക് ഇവിടെ നികത്തി ഫ്ലാറ്റ് മിനാമിയൊക്കെ വിൽക്കണം. എനിക്ക് ഈ പൂവിനെ കുറിച്ച് വിപണി എനിക്ക് അറിയത്തില്ല. എല്ലാവരും പറഞ്ഞ് എനിക്ക് നിങ്ങൾക്ക് പലവരും എൻ്റെ അടുത്ത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ച്, നിങ്ങൾ ഇത്രയും കൃഷി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഓണത്തിന് പൂവിലും കൂടെ ഒന്ന് കൈവച്ചുകൂടാന്ന് കുറേ ക്ലബ്ബുകാർ എൻ്റെ അടുത്ത് കുറേ ക്ലബ്ബുകാർ വിളിച്ച് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്താണെന്നാലും നിങ്ങൾ ഇത്രയും കൃഷി ചെയ്യണം, നമുക്ക് പൂടെ കുറച്ച് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഒരു 100 മൂട് പൂ തൈ നട്ടൂടെ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു 100% ഞാൻ നോക്കട്ടെ. അങ്ങനെ ഒരു നട്ടതാണ്. അത്തപ്പൂ വരണ സമയത്ത് എൻ്റെ കൃഷിയിടത്ത് ആര് വന്നാലും അവർക്ക് ഫ്രീ ആയിട്ട് ഞാൻ പോകും. പ്രതിഷേധമല്ല, എല്ലാവരും ഇത് കൃഷി ചെയ്യണം. പൂ കൃഷി ചെയ്യണം, ഭയങ്കര ലാഭകരമാണ്. ഞാൻ കൃഷി ഓഫീസറുടെ അടുത്ത് ചോദിച്ചു, കടനംകുളം കൃഷി ഓഫീസറുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഈ പാടശേഖരം കംപ്ലീറ്റ് ഞാൻ പൂ കൃഷി ചെയ്യാം, വിപണി നിങ്ങൾ കണ്ടെത്തുമോ? അപ്പോൾ അവർ പറഞ്ഞു അവരെ കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ കുറച്ച് പൂ കൃഷി ചെയ്യും. പക്ഷേ കൃഷിഭവന് ഒരു പരിമിതിയുണ്ട്, ഇല്ലേ? കൃഷിഭവന് ഒരു പരിമിതിയുണ്ട്. അവർ കൃഷി പഞ്ചായത്തുകാരാണ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. 10 സെൻറ്റിനകത്ത് പൂ കൃഷി ചെയ്യുന്നു പറഞ്ഞു. 10 സെൻറ്റിനകത്ത് പൂ കൃഷി ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അപ്പോഴും പറഞ്ഞു, വയലിൽ പൂ ചെയ്യുമ്പോൾ നോക്കി ചെയ്യണം, കാറ്റ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും കാണുന്നവരൊന്ന് ചിന്തിക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ എന്തുകൊണ്ട് അത്തപ്പൂ ഇടുമ്പോൾ പ്രകൃതി സൗന്ദര്യമായ ഇങ്ങനെയുള്ള പൂ ഉൽപ്പാദിപ്പിച്ചു നമ്മുടെ പൊതുജനങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? 10 കർഷകരിക്കും. എത്ര കർഷകർ ഇത് പൂ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് മരിച്ചീനി കൃഷി ചെയ്യുമ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റുകളെല്ലാം ധനസഹായങ്ങൾ കിട്ടുന്നുണ്ട്. എല്ലാവരും മരിച്ചീനി കൃഷിയിലേക്ക് പോകുന്നുണ്ട്. കാരണം വെച്ചാൽ മരിച്ചീനി കൃഷിക്ക് ഒരു ധനസഹായം കൊടുക്കരുത്, എൻ്റെ അഭിപ്രായത്തിൽ കൊടുക്കരുത്. മരിച്ചീനി ഭയങ്കര ലാഭകരമാണ്. എന്തിന് മരിച്ചീനി കൃഷിക്ക് 50 രൂപയ്ക്ക് മരിച്ചീനി വിൽക്കുന്ന 1 കിലോ മരിച്ചീനിക്ക് അതിൻ്റെ ചിലവ് മുടക്ക് വരുന്ന 10 രൂപയാണ്. 40 രൂപ ആയവരെ പോക്കറ്റിൽ നിന്ന്. ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞ വർഷം എനിക്ക് ഉൾപ്പെടെ കിട്ടി. ഏറ്റവും കൂടുതൽ ഇവിടെ മരിച്ചീനി കൃഷി ചെയ്തേക്കുന്ന കർഷകൻ ഞാനാണ്. ഇവിടെ 4 ഏക്കറിൽ 3 ഏക്കർ മരിച്ചീനിയാണ് ഞാൻ ചെയ്തേക്കുന്നത്. മരിച്ചീനി കൃഷി ചെയ്യണ ഒരു കർഷകനെന്നുള്ളതിൽ മരിച്ചീനി കൃഷി ഭയങ്കര ലാഭകരമാണ്. നമുക്ക് പച്ചക്കറിയും കൂടെ ഓണാകുമ്പോഴത്തെ കുറച്ച് പച്ചക്കറിയും കൂടെ ചെയ്താലെന്താ കുഴപ്പം തരും? ഇവരെ കൊണ്ടൊന്നും പച്ചക്കറിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർക്ക് ഉടായ്പിൽ പൈസ ഉണ്ടാക്കണം. കുറച്ച് മരിച്ചീനി കമ്പ് കുടിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ കുറച്ച് പൈസ കിട്ടും. കരം തീർന്ന രസീത് അവിടെ കൃഷിഭവനിൽ കൊണ്ട് കാണിച്ച് അവർ വെരിഫൈ ചെയ്ത് കുറേ പൈസ അവർ അക്കൗണ്ടിൽ വരും. അത് 50 രൂപ വെച്ച് വിൽക്കും. അതിൻ്റെ ധനസഹായം 1 സെൻറ്റിന് 70 രൂപ വെച്ച് കിട്ടുകയും ചെയ്യും. മറ്റുള്ള കൃഷി നെൽകൃഷി, ഒരു പൂ നെൽകൃഷി ചെയ്തിട്ട് ഒരു പൂ മരിച്ചിനി കൃഷി എന്ത് നമ്മുടെ നാട്ടിൻ്റെ എന്ത് സമ്പത്താണ്? 44 നദിയുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ഈ ജീവിക്കുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് ഈ ധരിച്ചു കിടക്കുന്ന ഭൂമിയിൽ ഒന്ന് നെൽകൃഷി ചെയ്തുകൂടാ? പഞ്ചായത്തിന് എന്തുകൊണ്ട് തുണിഞ്ഞിറങ്ങിക്കൂടാ? പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, കർഷകർ ശ്രദ്ധിക്കേണ്ട, ഞാൻ എന്തുകൊണ്ട് ഇതിൽ പൂവിട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒരു വയലിൽ പച്ചക്കറി ചെയ്യുമ്പോൾ പ്രാണികൾ പോകുന്നുണ്ടാ, നമ്മൾ ഒരു വയലിൽ പച്ചക്കറി ചെയ്യുമ്പം ഒരു 5 ജമന്തി വിത്ത ഒരു സൈഡ് കൊണ്ട് നട്. ഈ പ്രാണികളെല്ലാം അങ്ങോട്ട് പോകും. നമുക്ക് കീടങ്ങളൊന്നും അടിക്കേണ്ട കാര്യമില്ല. ഈ പ്രാണികളെല്ലാം പൂവിൽ പോവും, തേന് കുടിക്കാനും മറ്റുള്ളതിന് പോകും. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക പരിവാവും, പച്ചക്കറി വിൽക്കാം, എല്ലാം വിൽക്കാം. ഈ പ്രാണികൾ അങ്ങോട്ട് പോകും. അതുകൊണ്ടുമാണ് ഈ വയലിൽ വെള്ളരിയും വെണ്ടയ്ക്കയും പാവലും ചെയ്തപ്പോഴും ഞാൻ ഒരറ്റത്ത് പൂ കയറുന്നത്. പിന്നെ എന്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് കൊടുത്തുകൂടാ ഫ്രീ ആയിട്ട്? എൻ്റെ പൂവെല്ലാം അത്തപ്പൂടണവർക്ക് കൊടുക്കും, അത്തപ്പൂടാത്തവർക്കൊന്നും കൊടുക്കത്തില്ല. ക്ലബ്ബുകൾ പണ്ടൊക്കെ പൂവുകൾ കാട്ടുപൂവുകൾ വരച്ച് അത്തപ്പൂടും, അവർക്ക് പ്രൈസും കിട്ടും. ഇപ്പം ക്ലബ്ബുകളിൽ ഇടുന്ന ഉപ്പ് കളർ ചെയ്തിടുന്നത് നമുക്ക് പ്രകൃതിയായിട്ട് വേണം. അത്തപ്പൂ ഇടുന്ന ആൾക്കാർ കാട്ടുപൂ വരച്ചിടുന്നാൽ പൂവിടണവർക്ക് പ്രൈസ് കൊടുക്കണം. എൻ്റെ ഒരു ഉപദേശം അതാണ്. അവർ കൊടുക്കാതിരിക്കുകയല്ല. നമുക്ക് പൂക്കളെ സ്നേഹിക്കണം, നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം. നമ്മളെ പ്രകൃതിയെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ മണ്ണ് ഒരിക്കലും മനുഷ്യനെ ചതിക്കില്ല. മനുഷ്യൻ മണ്ണിനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ ഈ പാടശേഖരത്തെ വരുമ്പോൾ നത്തയ്ക്ക സാധനങ്ങൾ ഇഷ്ടം പോലെ കാണും. നത്തയ്ക്ക ഇപ്പം നത്തക്കയില്ല, ചെറിയ പരളില്ല, ഒന്നുമില്ല. നമ്മൾ ട്രസ്റ്റ് കൊടുത്ത് ഈ രാസവളങ്ങൾ അത് കൊടുത്ത് അതിൻ്റെ ഘടന മാറ്റി മണ്ണൊക്കെ ചവപ്പറമ്പായി പോവുകയാണ്.
കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല. ഒന്നാമത്തെ കാരണം ജമന്തി കൊണ്ടുവച്ച നട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാ, ഇത് കണ്ടോ, ഇതിനകത്ത് കിടക്കുന്നത് ഇതാ വെറുമിര കമ്പോസ്റ്റ്, ആട്ടും പൊളുക്ക മറ്റുള്ള സാധനമാണ്. ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. നമുക്ക് പണ്ട് നമ്മളെ അമ്മൂമ്മമാരൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ചെടിയൊക്കെ നട്ടൊക്കെ അവർ പൂവൊക്കെ തലയോടിയിലൊക്കെ പോയിട്ടിട്ടു. ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ജമന്തി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാണപ്പൊടി ഇട്ട് നട്ട് കഴിഞ്ഞാൽ ഒരു 25-30 ദിവസം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഞെട്ടങ്ങ് നുള്ളി വെച്ച് കൊടുക്കണം. നുള്ളി വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഞെട്ടിൽ നിന്ന് തന്നെ ഒരു 30-40 ഇതാ ഇതൊരു ജമന്തി തൈയാണ്. ഇതിനകത്ത് എത്ര ശിഖരം ഉണ്ടെന്ന് നോക്കി. ഇത് പൂത്ത് വന്ന് തുടങ്ങണതേ ഉള്ളൂ, പൂത്ത് വന്ന് തുടങ്ങണം. ഇന്നിപ്പോൾ പൂവുകൾ നിറയാവും. ഇതിപ്പോൾ കാണാൻ കിടന്ന നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് നമുക്കിത് കൃഷി ചെയ്യുന്നില്ലെന്നാണ്. നമ്മളെ നാട്ടിൽ ഒരു തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറിയോ പൂവോ ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പം ഈ ദൈവങ്ങൾ കൊടുക്കുന്ന പൂവുകൾ അത്രയും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. എന്തുകൊണ്ട് ആ പൈസ നമ്മളെ നാട്ടിലെ പൊതുജനങ്ങൾക്ക് കിട്ടിക്കൂടാ? അമ്പലങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ക്ലബ്ബുകളുണ്ട്. ഇവിടെ അത്തപ്പൂടുന്ന എത്ര മേഖലകളുണ്ടെന്നറിയാം. അത്രയും തമിഴ്നാട്ടിനെ ആശ്രയിച്ചിരിക്കും. തോവാള എന്ന പൂ വന്നില്ലെങ്കിൽ ഇവിടെ ഇല്ല. എന്തുകൊണ്ട് നമുക്ക് അടുത്ത വർഷം 9ാം വാർഡിൽ 3-4 പേര് എൻ്റെ അടുത്ത് പറഞ്ഞതാ ഞങ്ങൾ കൃഷി ചെയ്യാൻ പോകണമെന്ന്. എനിക്ക് അതാണ് വേണ്ടത്. 9ാം വാർഡിൽ 3-4 പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ലത്തീഫെ അടുത്ത വർഷം ഞങ്ങൾ കൃഷി ചെയ്യാൻ പോകണം. പൂക്കൃഷി ചെയ്താൽ ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഓണത്തിന് ഇതണക്കെ പൂവിട്ട് നമ്മളെ സാഹോദര്യങ്ങളെല്ലാം നിലനിർത്തിക്കൂടെ? നമുക്ക് എന്തുവാണ് കൊടുക്കാൻ പറ്റിയത്? നമുക്ക് പൊതുജനങ്ങൾക്ക് കൊടുക്കണം. അല്ലാതെ ഈ കാറ്റോടുമ്പം നടുവേ ഓടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് എല്ലാവരും കൃഷി ചെയ്യണം. ഇങ്ങനെ വയലിൽ മണ്ണിട്ട് ഈ നിവത്തുന്ന ആൾക്കാരെ പ്രതികരിക്കണം. അടുത്ത ഒരു ഭാവി തലമുറയ്ക്ക് വെള്ളമെന്ന് പറയണ ഒരു സാധനമേ കാണത്തില്ല. നമ്മളെ ചിരട്ടയ്ക്കകത്തൊന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല, ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല. നീരുറവ ഉണ്ടെങ്കിലേ കൃഷി ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ മണ്ണ് കൊണ്ടിട്ട് ഈ ജലങ്ങൾ പ്രളയം വരെ ഇങ്ങോട്ട് പോകും. ഇപ്പം തന്നെ ഇവിടെ പടിഞ്ഞാറ് വശത്ത് ഒരു തോടുണ്ടായിരുന്നു. ഇവിടെ ഈ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു തോടുണ്ടായിരുന്നു. തോടാണ് ആ റോഡായി കിടക്കുന്നത്. അന്ന് റോഡിടുമ്പോൾ അധികാരികൾ ഇവിടെ പറഞ്ഞ് സമീപത്ത് ആ കൈത്തോട് പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് ആ കൈത്തോട് ക്ലിയറാക്കി തരാമെന്ന് ജലം പോകാനൊക്കെ. ആ അധികാരികൾ റോഡ് ഇട്ടുകൊണ്ട് ആ തോട് നിവത്തി റോഡ് ഇട്ടുകൊണ്ട് ഇതോ ആ കാണുന്നതാണ് ആ റോഡ്, ഇതോ ആ കാണുന്നതാണ് റോഡ്. തോടായിരുന്നു, കലങ്ങ് തോടാണ്. ഇതോ അവിടെ നിന്ന് വലിയല കലങ്ങിൻ്റെ അവിടെ നിന്ന് വരുന്ന അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന തോടായിരുന്നു. എല്ലാവരും ഇവിടെ മണ്ണിട്ട് നിവത്തി എൻ്റെ വെള്ളങ്ങളെല്ലാം അടച്ചിടുമ്പോൾ ആ തോട് വെട്ടായിരിക്കുമ്പോൾ ജലങ്ങൾ അങ്ങോട്ട് പോകില്ല. അപ്പം ഞാൻ എൻ്റെ പാടശേഖര അഴുകുമ്പോൾ ഞാൻ കളഞ്ഞിട്ട് പോകില്ല, ഞാൻ പോകത്തില്ല. ഞാൻ നിയമവശങ്ങളേ ഉള്ളൂ. നമ്മൾ കളക്ടറേറ്റ് പരാതി കൊടുക്കല്ല, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും, അല്ലെങ്കിൽ കൃഷി മന്ത്രിക്ക് പരാതി കൊടുക്കും. അവർ ഈ പഞ്ചായത്തിൻ്റെ ഇത് ഒരാളിനെ കണ്ടോടെ ഞാൻ നിൽക്കുന്നത്. മറ്റുള്ള അധികാരികളല്ലെന്നേ. കേരളം ഭരിക്കുന്നത് നല്ല കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. അവർക്ക് ഞാൻ പരാതി കൊടുക്കും. പരാതി കൊടുത്ത് ഇതെല്ലാം ഇവരെ ക്ലിയർ ആക്കിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഞാൻ ഇതിൽ നിന്ന് ഒളിച്ചോടിയെന്ന് ഞാൻ പോകത്തില്ല.